Good morning students, welcome to this video. Last class നമ്മൾ എങ്ങനെയാണ് DC load line draw ചെയ്യുന്നത് എന്ന് പഠിച്ചു. അപ്പോൾ DC load line എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. ഓക്കേ. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാണ്. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ output characteristics എന്ന് പറഞ്ഞാൽ it's a graph which shows the relation between IC and VC. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരച്ചിരിക്കുന്നത്. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുമ്പോൾ ഐസിയും വിസിയും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഫോർ കോൺസ്റ്റന്റ് IB. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ഐസിയും വിസിയും തമ്മിലുള്ള കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് വിസിയും തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ഫോർ കോൺസ്റ്റന്റ് IB. ഇനി നമ്മൾ ആ ഗ്രാഫിൽ ഐസിയും വിസിയും IBയും കൂടാതെ നമ്മൾ DC ലോഡ് ലൈനും കണ്ടു. അപ്പോൾ DC ലോഡ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കട്ട് ഓഫ് പോയിന്റ് എന്താണ്. ഓക്കെ, കട്ട് ഓഫ് പോയിന്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം കട്ട് ഓഫ് റീജിയൻ എന്താണെന്ന് പഠിക്കും. ഓക്കെ, ആണ്ടെ ദ പോയിന്റ് at which the point at which the point at which the point at which DC load line ഇതാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈനിന്റെ ഇവിടെ വിസിയുടെ വാല്യൂ VCC ആണ്. ഓക്കെ, അതായത് എക്സ് ആക്സിസിൽ വിസിയുടെ വാല്യൂ VCC ആണ്, Y ആക്സിസിൽ ഐസിയുടെ വാല്യൂ VCC/RL ആണ്. ഓക്കെ, ഇനി ഈ DC ലോഡ് ലൈൻ IB = 0, അതായത് ബേസ് കറന്റ് = 0 എന്ന കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് പോയിന്റ്. അപ്പോൾ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് DC ലോഡ് ലൈൻ ഇന്റർസെക്ട് ദ കർവ് IB = 0 is called cut off point. ഇപ്പോൾ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ DC ലോഡ് ലൈൻ and IB = 0 എന്ന കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് പോയിന്റ്. ഇതാണ് IB = 0 എന്ന കർവ്. ഓക്കെ, ആ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ IB = 0 എന്ന കർവ് ഇതാണ്. നമ്മൾ പഠിച്ചായിരുന്ന കർവ്. ആ കർവ് ഈ DC ലോഡ് ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് പോയിന്റ്. ദ പോയിന്റ് അറ്റ് വിച്ച് DC ലോഡ് ലൈൻ ഇന്റർസെക്ട് കർവ് IB = 0 is known as കട്ട് ഓഫ് പോയിന്റ്. ഓക്കെ, ഇനി ആ കട്ട് ഓഫ് പോയിന്റ് താഴെയുള്ള ഏരിയ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് റീജിയൻ. The region below that cutoff point is known as cutoff region. The region below cutoff point known as cutoff region. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായി.
അതായത് IB = 0 എന്ന കർവ് DC ലോഡ് ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് പോയിന്റ്. The region below cutoff point is known as cutoff region. ഇനി കട്ട് ഓഫ് റീജിയനിൽ ബേസ് കറണ്ട് 0 ആയിരിക്കും. ബേസ് കറണ്ട് 0 ആയിരിക്കും. IB 0 ആയിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്റർ വഴി ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ലീക്കേജ് കറണ്ട്, only leakage current flows. Only leakage current flows. Okay. അപ്പോൾ കട്ട് ഓഫ് റീജിയന്റെ പ്രത്യേകത ബേസ് കറണ്ട് 0 ആയിരിക്കും, ലീക്കേജ് കറണ്ട് മാത്രമേ ഒഴുകത്തുള്ളൂ. ഇനി കട്ട് ഓഫ് റീജിയനിൽ VCയുടെ വാല്യൂ എത്ര ആയിരിക്കും? കളക്ടർ ടു എമിറ്റർ വോൾട്ടേജിന്റെ വാല്യൂ എത്ര ആയിരിക്കും? കട്ട് ഓഫ് റീജിയനിൽ VCയുടെ വാല്യൂ VCC ആയിരിക്കും. ഓക്കെ, കട്ട് ഓഫ് റീജിയനിൽ VCയുടെ വാല്യൂ VCC ആയിരിക്കും. ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയിരിക്കുമ്പോൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ VCC ആയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കട്ട് ഓഫ് റീജിയനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VCC. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് തന്നെ VC ആയിട്ട് വരും. അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ VC = VCC. അപ്പോൾ കട്ട് ഓഫ് റീജിയന്റെ പ്രത്യേകത ഓർത്തിരിക്കണം. ഈ കട്ട് ഓഫ് പോയിന്റ് താഴെയുള്ള റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് പോയിന്റ് കിട്ടുന്നത് ബേസ് കറണ്ട് 0 എന്ന കർവ് DC ലോഡ് ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കട്ട് ഓഫ് പോയിന്റ്. അതിന് താഴെയുള്ള റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയനിൽ ബേസ് കറണ്ട് 0 ആണ്, ലീക്കേജ് കറണ്ട് മാത്രമേ ഒഴുകത്തുള്ളൂ. ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് VCയുടെ വാല്യൂ VCC ആയിരിക്കും. ഇനി നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് എന്താന്ന് മനസ്സിലാക്കാം. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ the point at which the curve IB sat intersect DC load line. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ DC ലോഡ് ലൈൻ IB sat എന്ന കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന, ഇതാണ് IBയുടെ കർവ്, ഇതാണ് IB sat എന്ന കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സൗകര്യപൂർവ്വം ഈ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് എടുക്കുന്നത് ഈ DC ലോഡ് ലൈൻ Y ആക്സിസിനെ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ DC ലോഡ് ലൈൻ IB sat എന്ന കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ്. പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം ഈ DC ലോഡ് ലൈൻ Y ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ DC ലോഡ് ലൈൻ Y ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ അതിന് വലതുവശത്ത് മുകളിലുമായിട്ടുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ ആ സാച്ചുറേഷൻ പോയിന്റിന് എബോവ് ഈ റൈറ്റ് സൈഡിലുള്ള ഇത്രയും റീജിയനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. ഇനി സാച്ചുറേഷൻ റീജിയണിൽ കളക്ടർ കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. IC എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. എന്നാൽ പറഞ്ഞതാണ് സാച്ചുറേഷൻ റീജിയണിൽ കളക്ടർ കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അതിന്റെ വാല്യൂ VCC/RC അല്ലെങ്കിൽ RL എന്ന് എഴുതാം. കളക്ടർ കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും, VCC/RC ആയിരിക്കും. അല്ലെങ്കിൽ RL എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എന്താണ് സാച്ചുറേഷൻ പോയിന്റ്? സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ലോഡ് ലൈൻ Y ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സാച്ചുറേഷൻ പോയിന്റ്. അതിന് മുകളിലും ആ റൈറ്റ് സൈഡിൽ കാണുന്ന റീജിയൻ ആണ് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ പോയിന്റിന് എബോവും ആ റൈറ്റ് സൈഡിലേക്കുള്ള റീജിയൻ ആണ് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ കളക്ടർ കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും, VCC/RC ആയിരിക്കും. ഓക്കെ, ഇനി VCയുടെ വാല്യൂ എത്ര ആയിരിക്കും? VCയുടെ വാല്യൂ എത്ര ആയിരിക്കും സാച്ചുറേഷൻ റീജിയനിൽ? VCയുടെ വാല്യൂ ഏകദേശം 0 ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. നോക്ക്, VCയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം 0.1, 0.2 ഒക്കെ കിട്ടും. VC 0.1, 0.2 ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ VCയുടെ വാല്യൂ ഏകദേശം 0 ആണ്. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അത് 0.1, 0.2 ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനും. ഇനി നമുക്ക് ആക്റ്റീവ് റീജിയൻ എന്താന്ന് നോക്കാം. ഈ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനും ഇടയ്ക്കുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ റീജിയൻ ബിറ്റ്വീൻ സാച്ചുറേഷൻ റീജിയൻ and cut-off region is known as active region. സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനും ഇടയ്ക്കുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ആംപ്ലിഫയർ സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിലായിരിക്കും. ഓക്കെ, ഫോർ ആംപ്ലിഫിക്കേഷൻ വി ചൂസ് ആക്റ്റീവ് റീജിയൻ. സാധാരണഗതിയിൽ ആംപ്ലിഫയേഴ്സ് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയേഴ്സ് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് ഈ ആക്റ്റീവ് റീജിയനിലായിരിക്കും. അപ്പോൾ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനും ഇടയ്ക്കുള്ള റീജിയനാണ് ആക്റ്റീവ് റീജിയൻ. സാധാരണഗതിയിൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ഈ ആക്റ്റീവ് റീജിയനിലായിരിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യൂ പോയിന്റ്. ഇതിന് വേറൊരു പേരുകളുണ്ട്, ക്വസന്റ് പോയിന്റ്. ക്യൂ പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്വസന്റ് പോയിന്റ് എന്നൊക്കെ പറയും. എന്താണ് ഈ സംഭവം? ഓക്കെ, ക്യൂ പോയിന്റ് അഥവാ ക്വസന്റ് പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് സാധാരണഗതിയിൽ ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് AC സിഗ്നലാണ് കൊടുക്കുന്നത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. ഇതൊരു ആംപ്ലിഫയർ ആണെന്ന് വെച്ചോ. ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഒരു AC സിഗ്നലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ AC സിഗ്നൽ കൊടുക്കാത്ത കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നോ സിഗ്നൽ കണ്ടീഷൻ. നോ സിഗ്നൽ കണ്ടീഷൻ. നോ സിഗ്നൽ കണ്ടീഷൻ.
ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ സിഗ്നലൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ആംപ്ലിഫയറിലേക്ക് 4 റെസിസ്റ്ററും കണക്ട് ചെയ്ത്, കപ്പാസിറ്ററും കണക്ട് ചെയ്തത്, ട്രാൻസിസ്റ്ററും കണക്ട് ചെയ്ത് സപ്ലൈ ഓൺ ചെയ്തു. സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, നോ സിഗ്നൽ കണ്ടീഷൻ എന്ന് പറയും. അതായത് AC സിഗ്നൽ കൊടുക്കാത്ത കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നോ സിഗ്നൽ കണ്ടീഷൻ അഥവാ DC കണ്ടീഷൻ. ഓക്കെ, AC സിഗ്നൽ കൊടുത്തതിന് ശേഷമുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേര് AC കണ്ടീഷൻ. ഓക്കെ, അപ്പോ രണ്ട് തരം കണ്ടീഷൻ ഉണ്ട്. AC കണ്ടീഷനും DC കണ്ടീഷനും. സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പുള്ള കണ്ടീഷനാണ് നോ സിഗ്നൽ കണ്ടീഷൻ അഥവാ DC കണ്ടീഷൻ. DC കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററെല്ലാം കണക്ട് ചെയ്ത്, ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്ത് സപ്ലൈ ഓൺ ചെയ്തു. സിഗ്നൽ കൊടുത്തിട്ടില്ല, AC സിഗ്നൽ കൊടുത്തിട്ടില്ല. ഈ AC സിഗ്നൽ കൊടുത്തിട്ടില്ല. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നോ സിഗ്നൽ കണ്ടീഷൻ അഥവാ DC കണ്ടീഷൻ. ഇനി AC സിഗ്നൽ കൊടുത്താലോ ആ കണ്ടീഷനെ വിളിക്കുന്ന പേര് AC കണ്ടീഷൻ. ഇനി ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ നോ സിഗ്നൽ കണ്ടീഷനിൽ നമുക്ക് VCയുടെയും ICയുടെയും വാല്യൂസ് തരുന്ന പോയിന്റ് ആണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ പോയിന്റിന്റെ വേറെ പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്, ക്വസന്റ് പോയിന്റ്. ദിസ് പോയിന്റ് ഗീവ്സ്, നോക്ക്, ഈ ക്യൂ പോയിന്റ് വരയ്ക്കുന്നത് DC ലോഡ് ലൈൻ ആണ്. പലപ്പോഴും ക്യൂ പോയിന്റ് DC ലോഡ് ലൈനിന്റെ സെന്ററിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? VCയുടെ വാല്യൂ കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ICയുടെ വാല്യൂ കിട്ടും. എപ്പോൾ? നോ സിഗ്നൽ കണ്ടീഷൻ. നോ സിഗ്നൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ. ഇപ്പോൾ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് വാല്യൂസ് ഓഫ് എന്തൊക്കെ വാല്യൂസ് തരും? VCയുടെ വാല്യൂ തരും. താഴോട്ട് നോക്കിയാൽ VCയുടെ വാല്യൂ കിട്ടും. ഇവിടെ VCയുടെ വാല്യൂ എത്ര കിട്ടിയത്? 6. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ICയുടെ വാല്യൂ കിട്ടും. VC ആൻഡ് IC at no signal condition. For Q point gives the value of VC and IC at no signal condition. AC സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്യാത്ത ആ സമയത്ത്, ആ കണ്ടീഷനിൽ ഈ ക്യൂ പോയിന്റ് നമുക്ക് VCയുടെയും ICയുടെയും വാല്യൂ തരുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ക്യൂ പോയിന്റ് അഥവാ ക്വസന്റ് പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഓർക്കണം. കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ നമ്മൾ ഇൻപുട്ടിൽ VBB എന്നൊരു സപ്ലൈയും RB എന്ന റെസിസ്റ്ററും ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്പുട്ടിൽ നമ്മൾ RCയും കണക്ട് ചെയ്തിട്ടുണ്ട്, VCCയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്ന സപ്ലൈ VBB, അതേപോലെ റെസിസ്റ്റൻസ് RB. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സപ്ലൈ VBB, ഇൻപുട്ട് റെസിസ്റ്റൻസ് RB. അങ്ങനെയാണെങ്കിൽ നമുക്ക് IB കണ്ടുപിടിക്കാം, ബേസ് കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് നമുക്കറിയാം VBB, ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്കറിയാം RB. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസ് കറണ്ട് കണ്ടുപിടിക്കാം. IB എങ്ങനെ കണ്ടുപിടിക്കും?
ഐ ബി നമുക്ക് ഏകദേശം VBB/RB എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ എളുപ്പത്തിൽ ചെയ്തതാണ്. നമ്മളിവിടെ VB ഒന്നും എടുക്കുന്നില്ല, ഞാൻ എളുപ്പത്തിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ബേസ് കറന്റിന്റെ വാല്യൂ VBB/RB എന്ന് എടുക്കാം. ഏകദേശം VBB/RB എന്ന് എടുക്കാം. അപ്രോക്സിമേറ്റ് ചെയ്തതാണ്. കാരണം കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ വോൾട്ടേജ് VBB ആണ്, റെസിസ്റ്റൻസ് RB ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ VBB/RB. ഇത് ചെയ്തപ്പോൾ ഏകദേശം നമുക്ക് 40 മൈക്രോ ആംപിയറിന് കിട്ടിയെന്ന് വെച്ചു. ബേസ് കറണ്ടിന്റെ വാല്യൂ 40 മൈക്രോ ആംപിയറിന് കിട്ടി. 40 അല്ല പോട്ടെ, 60 മൈക്രോ ആംപിയറിന് കിട്ടിയെന്ന് വെച്ചു. We got the value of IB as 60 മൈക്രോ ആംപിയർ. അതായത് ഇൻപുട്ട് സപ്ലൈ ആയ VBB-യെ, അതായത് ഇൻപുട്ട് വോൾട്ടേജിനെ RB കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന IB-യുടെ വാല്യൂ, ബേസ് കറന്റിന്റെ വാല്യൂ 60 മൈക്രോ ആംപിയറിന് കിട്ടിയെന്ന് വെച്ചു. ഇതാണ് IB = 60 മൈക്രോ ആംപിയർ എന്ന കർവ്. IB = 60 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞ കർവ് ഇതാണ്. അത് DC ലോഡ് ലൈനുമായിട്ട്, ഇതാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈനും ഈ IB = 60 മൈക്രോ ആംപിയർ എന്നും പറഞ്ഞ കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ദിസ് ഈസ് ദ പോയിന്റ്. ആ പോയിന്റ് ആണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഹരിക്കുക. അപ്പോൾ IB കിട്ടും. ആ IB-യുടെ കർവ് ഇപ്പോൾ നമുക്ക് IB 60 മൈക്രോ ആംപിയർ എന്ന് കിട്ടി. ആ IB 60 മൈക്രോ ആംപിയർ എന്ന കർവ് DC ലോഡ് ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് നമ്മൾ ക്യൂ പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്യൂ പോയിന്റ് നമുക്ക് നോ സിഗ്നൽ കണ്ടീഷനിൽ VC-യുടെയും IC-യുടെയും വാല്യൂ തരുന്നു. ഈ ക്യൂ പോയിന്റിന്റെ വേറൊരു പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്വസന്റ് പോയിന്റ്. ഓക്കെ, ക്വസന്റ് പോയിന്റ്. ഇത് സാധാരണഗതിയിൽ ക്യൂ പോയിന്റ് DC ലോഡ് ലൈനിന്റെ സെൻട്രലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ക്യൂ പോയിന്റ് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? DC ലോഡ് ലൈനിന്റെ സെൻട്രലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇനി നമ്മള് ഈ ആംപ്ലിഫയറിലേക്ക് AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ IC-യുടെയും VC-യുടെയും വാല്യൂ ഒക്കെ മാറും. ക്യൂ പോയിന്റ് ഈ DC ലോഡ് ലൈനിന്റെ സെൻട്രലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. AC സിഗ്നൽ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ IC-യുടെയും VC-യുടെയും ഒക്കെ വാല്യൂ മാറും, ചേഞ്ച് ചെയ്യും. DC ലോഡ് ലൈനിന്റെ സെൻട്രലിൽ കിടക്കുന്ന ക്യൂ പോയിന്റ് മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ നീങ്ങും. DC ലോഡ് ലൈനിൽ തന്നെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ നീങ്ങും. അപ്പോൾ ഇതാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യൂ പോയിന്റ്. വേറൊരു പേര് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്വസന്റ് പോയിന്റ്. ഓക്കെ, എങ്ങനെയാണ് ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, IB-യുടെ വാല്യൂ കണ്ടുപിടിക്കണം നമ്മൾ. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ IB-യുടെ വാല്യൂ കിട്ടും. ഔട്ട്പുട്ട് ക്യാരയിൽ അതിന്റെ കർവ് നോക്കുക. IB 60 മൈക്രോ ആംപിയറിന്റെ കർവ് നോക്കുക. അതും DC ലോഡ് ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ക്യൂ പോയിന്റ്. ദിസ് ക്യൂ പോയിന്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് VC ആൻഡ് IC അറ്റ് നോ സിഗ്നൽ കണ്ടീഷൻ. DC കണ്ടീഷൻ അഥവാ നോ സിഗ്നൽ കണ്ടീഷനിൽ ഈ ക്യൂ പോയിന്റ് നമുക്ക് VC-യുടെ വാല്യൂവും തരുന്നു, IC-യുടെ വാല്യൂവും തരുന്നു. ഇതാണ് ക്യൂ പോയിന്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ആംപ്ലിഫയറിന് നല്ലത്, എപ്പോഴും നല്ലത് ക്യൂ പോയിന്റിനെ DC ലോഡ് ലൈനിന്റെ സെൻട്രൽ തന്നെ ഫിക്സ് ചെയ്യണം. അതാണ് ആംപ്ലിഫയറിന് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് നല്ല ആംപ്ലിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നല്ല പ്യുവർ ആംപ്ലിഫൈഡ് സിഗ്നൽ കിട്ടണമെങ്കിൽ എപ്പോഴും ക്യൂ പോയിന്റ് എവിടെ ഫിക്സ് ചെയ്യണം? ലോഡ് ലൈനിന്റെ സെൻട്രൽ തന്നെ ഫിക്സ് ചെയ്യണം. ഓക്കെ.